നമസ്കാരം. നമ്മുടെ പൊതുഗതാഗത രംഗത്തെ രണ്ട് പ്രസ്ഥാനങ്ങളാണ് സ്വകാര്യ ബസ് മേഖലയും ട്രാൻസ്പോർട്ട് ബസ് മേഖലയും. നമ്മുടെ നിരത്തിലോടുന്ന ബസ്സുകൾക്ക് സാധുതയുള്ള പേപ്പറുകൾ ഉണ്ടാകണമെന്നാണ്. വാഹനം നിരത്തിൽ ഓടിക്കാൻ പറ്റുന്നതാണെന്നുള്ള ടെസ്റ്റ്, CF ടെസ്റ്റ് എല്ലാ വർഷവും നടത്തണം. 10 വർഷത്തിൽ താഴെ പ്രായമുള്ള വാഹനങ്ങൾക്ക് 2 വർഷത്തിലൊരിക്കലും, അല്ലാത്തവയ്ക്ക് വർഷത്തിലൊരിക്കലുമാണ്. ഒരു സ്വകാര്യ ബസ് അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് ബസ് എന്ന് പറയുന്നത് സ്റ്റേജ് കാരിയായിട്ടാണ് കണക്കാക്കുന്നത്. ഫെയർ സ്റ്റേജ് 2.5 കിലോമീറ്ററിന് ഇത്ര രൂപ വെച്ച് ഉള്ള ഫെയർ സ്റ്റേജിലാണ് ഈ വാഹനങ്ങൾ നിരത്തിലോടുന്നത്. അതനുസരിച്ചാണ് ഇവയ്ക്കൊക്കെ പെർമിറ്റ് കൊടുക്കുന്നത്. സ്വകാര്യ ബസ്സുകളുടെ പെർമിറ്റുകൾക്ക് ചിലപ്പോൾ 1 വർഷമോ 1.5 വർഷമോ 2 വർഷമോ ഒക്കെ കാത്തിരിക്കേണ്ടി വരും. പിന്നെ ഇന്നിപ്പം എറണാകുളത്ത് നടന്ന RTOയ്ക്ക് കിട്ടിയ പോലെ ചിലപ്പോൾ വീട്ടിൽ കൊണ്ടുവന്ന് കുപ്പിയും കള്ളും പിന്നെ പൈസയൊക്കെ കൊടുക്കേണ്ടി വരും. ഇന്ന് അറിയാതിരിക്കും, എറണാകുളം RTOയെ ഒരു സ്വകാര്യ ബസ്സിൻ്റെ പെർമിറ്റുമായി ബന്ധപ്പെട്ട് കൈക്കൂലി കേസിൽ വിജിലൻസ് പിടിച്ചായിട്ടൊരു വാർത്ത എല്ലാവരും ശ്രദ്ധയിൽപ്പെട്ടുകയാണ്. അതല്ല നമ്മുടെ വിഷയം, അതിലേക്ക് അതുകൊണ്ട് പോകുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത്, 1 വർഷം മുമ്പ് ഒരു ആം ആദ്മി പാർട്ടിയുടെ പ്രവർത്തകൻ നമ്മളോട് പറഞ്ഞു, നമ്മൾ ഓടാൻ പോകുന്ന അല്ലെങ്കിൽ നമ്മൾ കയറാൻ പോകുന്ന ട്രാൻസ്പോർട്ട് ബസ്സിൽ ഇൻഷുറൻസ് ഇല്ല, KSRTCക്ക് ഇൻഷുറൻസ് വേണ്ടാന്ന് കേരള ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട് എന്നും പറഞ്ഞു. അന്ന് അദ്ദേഹം തെറ്റാണെന്ന് പറഞ്ഞു. അതിനെതിരെ കുറേ മാധ്യമ ചർച്ചകളും അദ്ദേഹത്തിൻ്റെ മുഖം വികൃതമാക്കുന്ന രീതിയിലൊക്കെ ചെയ്തു. തുടർന്ന് അദ്ദേഹം വിവരാവകാശ നിയമം അനുസരിച്ച് KSRTCയുമായി ബന്ധപ്പെടുകയും അപ്പം ഇടയ്ക്ക് പറഞ്ഞ് ഗ്രൂപ്പ് ഇൻഷുറൻസ് ആണെന്നാണ് KSRTCയുടെ ഭാഗത്തു നിന്നൊരു വാർത്തയുണ്ടായിരുന്നു. പക്ഷെ എന്തായാലും വിവരാവകാശ നിയമം അനുസരിച്ച് പറഞ്ഞു KSRTC ബസ്സിനോ അതിലെ യാത്രക്കാർക്കോ ഗ്രൂപ്പ് ഇൻഷുറൻസ് ഇല്ല. അങ്ങനെ ഗ്രൂപ്പ് ഇൻഷുറൻസിന് കൊടുക്കാനുള്ള പൈസയും RIയിലില്ല, KSRTCയിലില്ല. ഗ്രൂപ്പ് ഇൻഷുറൻസ് ആണെങ്കിലും ഏതെങ്കിലും ഇൻഷുറൻസ് കമ്പനി കൊടുക്കണമല്ലോ. സർക്കാരിൻ്റെ ഉടമസ്ഥയിലുള്ള 4 ഇൻഷുറൻസ് കമ്പനികളുണ്ട്, സ്വകാര്യ മേഖലയിലുള്ള 1 ഡസൻ കമ്പനികളുണ്ട്. ഇവരിൽ ആരെങ്കിലും കൊടുക്കണം. സർക്കാർ എന്തായാലും സ്വകാര്യ മേഖലയിൽ പോകാറുമില്ല, ഗവൺമെൻറ് മേഖലയിലുള്ള കമ്പനിയിൽ നിന്ന് എടുക്കാൻ സാധ്യതയുള്ളൂ. അപ്പോൾ അവിടെ ഒന്നും തന്നെ ഒന്നിലധികം സ്വകാര്യ ബസ്സുള്ള വണ്ടികൾക്കെല്ലാം കൂടി ചേർത്ത് ഒരു ഗ്രൂപ്പ് ഇൻഷുറൻസ് ഉള്ളതായിട്ട് ഞാനിതുവരെ പഠിച്ചിട്ടില്ല. അങ്ങനെ സംഭവമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ അത് പൊളിഞ്ഞു. പിന്നെ ആൾക്കാർക്കെല്ലാം കൂടി ചേർന്ന് ഗ്രൂപ്പ് ഇൻഷുറൻസ് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു, അതും പൊളിഞ്ഞു. നിങ്ങൾ ഫ്ലൈറ്റിൽ കയറിയാൽ ആ ഫ്ലൈറ്റ് അപകടത്തിൽപ്പെട്ട് മരിച്ചാൽ നിങ്ങളുടെ കൂടപ്പിറപ്പുകൾക്ക്, നിങ്ങളുടെ പിൻഗാമികൾക്ക് 90 കോടി രൂപയോളമാണ് കിട്ടുന്നത്. ഇവിടെ KSRTC ബസ്സിൽ യാത്ര ചെയ്യുന്ന ഫുട്ബോളിലേക്ക് കാല് വെക്കുമ്പോൾ നിങ്ങൾ ഓർക്കണം, നിങ്ങൾക്ക് പേഴ്സണൽ ഇൻഷുറൻസ് ഉണ്ടെന്നും മെഡിക്കൽ ഇൻഷുറൻസ് ഉണ്ടെന്നും ഓർത്തിട്ട് വേണം കയറാൻ. കാരണം ഈ സാധനം ഒന്നും KSRTCക്ക് ഇല്ല എന്നുള്ളതാണ് വസ്തുത. KSRTCക്ക് പെർമിറ്റ് പോലും വേണ്ട എന്നുള്ളതാണ് മറ്റൊരു നിബന്ധന. KSRTC ബസ്സിന്റെ അകത്തും പുറത്തുമൊക്കെ പുതിയ കുറേ ലൈറ്റൊക്കെ പിടിപ്പിച്ച് ടൂറിസ്റ്റ് ബസ്സായിട്ടും KSRTC പോകുന്നു. ബസ്സുകളുടെ കളർ വെള്ളയാക്കി കഴിഞ്ഞാൽ ടൂറിസ്റ്റ് ബസ് അപകടത്തിൽ പെടില്ല എന്ന് കണ്ടുപിടിച്ചൊരു മന്ത്രി നമുക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അതിനെ വെള്ളയാക്കിയത്. KSRTC ബസ്സിന് എത്ര കളർ ഉണ്ടെങ്കിലും അകത്ത് എത്ര ലൈറ്റ് ഉണ്ടെങ്കിലും കുഴപ്പമില്ല, ഫ്ലൈറ്റ് പോലെ യാത്ര ചെയ്യുമെന്നാണ് പുതിയ ഗതാഗത വകുപ്പ് മന്ത്രി പറയുന്നത്. ഏത് മന്ത്രി പറഞ്ഞാലും KSRTC ബസ്സിനും പ്രൈവറ്റ് ബസ്സിലും യാത്ര ചെയ്യുന്നവരുടെ ജീവൻ ഒന്നാണ്. KSRTC ബസ്സിൽ യാത്ര ചെയ്ത് അപകടത്തിൽപ്പെടുന്ന ആളിനും പിൻഗാമികളുണ്ടാകും. അദ്ദേഹത്തിന് അപകടം സംഭവിച്ചാലും അതിന് ഇൻഷുറൻസ് പരിരക്ഷ വേണം. സ്വകാര്യ ബസ്സിൽ യാത്ര ചെയ്താലും വേണം. CF ടെസ്റ്റിന് ചെല്ലുന്നിടത്ത് പോലും ഇപ്പോൾ പുതിയൊരു കാര്യം വന്നിരിക്കുന്നത്, അഡീഷണൽ കമ്മീഷണർ ട്രാൻസ്പോർട്ടും KSRTCയുടെ CMDയും ഒരാളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് KSRTC ബസ്സുകൾ പൂർണ്ണമായി പരിശോധിച്ച് അതിന് CF കൊടുക്കുവാൻ AIMമാർക്ക് കഴിയുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം മുകളിൽ നിന്ന് വിളി വരുന്നുണ്ട്, KSRTC ബസ് ഒരു പരുവത്തിന് നോക്കിയാൽ വിട്ടാൽ മതിയെന്ന്. സ്വകാര്യ ബസ്സാണെങ്കിൽ നിങ്ങൾ എന്തൊക്കെ ചെയ്യണം? സ്വകാര്യ ബസ്സാണെങ്കിൽ ഡോറ് പുറത്തു തുറക്കുന്നതായിരിക്കണം. അത് ഞാൻ നേരത്തെ ഒരിക്കൽ പറഞ്ഞത്, പുറത്തു തുറക്കുന്ന ഏറ്റവും വലിയ അപകടമാണ്. എങ്കിലും പുറത്തു തുറക്കുന്നതായിരിക്കണം. പല RTOയിൽ പല രീതിയിലാണ്. അകത്ത് കയറി കഴിഞ്ഞാൽ AIM അദ്ദേഹത്തിന് ആരോഗ്യം എടുത്ത് ചെയ്യേണ്ട തുള്ളും, കാരണം ഇടിഞ്ഞു വീഴുന്നുണ്ടോന്ന്. മൂന്നാമത് സീറ്റെല്ലാം പിടിച്ച് പൊക്കും, സീറ്റ് ഇളകുന്നുണ്ടോ നോക്കും. കാരണം ഇളകിക്കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണല്ലോ. യാത്രയിൽ പോലും ഇളകാൻ പാടില്ല. പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് എല്ലാം തൊട്ട് നോക്കും, എങ്ങനെയുണ്ടോ നോക്കും, പെയിന്റ് ഇളകുന്നുണ്ടോ നോക്കും. പിന്നെ അതിന് ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങൾ എഴുതി വെക്കണം. പിന്നെന്തൊക്കെ വേണം? പിന്നെ ക്യാമറ, ഇപ്പം നമ്മുടെ പുതിയ TC പറഞ്ഞതനുസരിച്ച് ഓരോ ഡോറിലും ക്യാമറ വേണം, അകത്തുനിന്ന് പുറത്തോട്ട് ക്യാമറ വേണം, പുറത്തുനിന്ന് അകത്തോട്ട് ക്യാമറ വേണം, GPS വേണം, സ്പീഡ് കൗണ്ടർ വേണം. ഇനിയിപ്പോൾ ഭാവിയിൽ ചിലപ്പോൾ എല്ലാ സീറ്റിലും ഓരോ ക്യാമറ വേണമെന്നും കൂടി പറഞ്ഞുകൂടാന്നില്ല. കാരണം അതിലാരെ യാത്ര ചെയ്യുന്നത്, കാരണം കുറ്റവാളികളെ കണ്ടുപിടിച്ച് എളുപ്പമാർഗമാണല്ലോ. CCTV ഇല്ലാത്തതുകൊണ്ട് കുറ്റവാളികളെ കിട്ടാത്ത സംസ്ഥാനത്ത് CCTV പുറകിലാണ് പോലീസ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇനി KSRTC ബസ്സിലോ പ്രൈവറ്റ് ബസ്സിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാരിൽ
ക്രിമിനൽ കേസിൽ പ്രതിയായിട്ടുള്ളവരെ കണ്ടുപിടിക്കാൻ വേണ്ടി അതിലെല്ലാം ക്യാമറ വെക്കണമെന്ന് ലൈവ് കൊടുക്കണമെന്നൊക്കെ ഭാവിയിൽ പറഞ്ഞുകൂടാന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാൻ പറഞ്ഞതൊന്നുമല്ല, ഇതൊക്കെ പ്രൈവറ്റ് ബസ്സിന് അനിവാര്യമാണെങ്കിൽ അതേ രീതിയിൽ 1 രൂപ നികുതി കൊടുക്കാതെ ഓടുന്ന ട്രാൻസ്പോർട്ട് ബസ്സിനും ഇതൊക്കെ ബാധകമാക്കണം. കാരണം ഈ കേരളത്തിലെ പൗരനാണ് ഈ 2 വാഹനത്തിലും യാത്ര ചെയ്യുന്നത്. ഒരു വാഹനം സർക്കാരിന് ദിനം പ്രതി കോടികളുടെ നഷ്ടം വരുത്തി വെക്കുന്ന ഒന്നാണ് KSRTC. മറ്റേതുകൊണ്ട് സർക്കാരിന് ഒന്നുമില്ലെങ്കിൽ CF പൈസ കിട്ടുന്നുണ്ട്. പിന്നെ വഴിനീള സാറുമാർ ഏമാന്മാർ ഇപ്പോൾ ഫോട്ടോ എടുത്ത് അയക്കുന്നുണ്ട്, അതിന്റെ പൈസ കിട്ടും. ഇനി ഒരു AMBയുടെ പുറകിൽ പോയി നിന്നിട്ട് ഹോൺ അടിച്ചാൽ, അത് അത്യാവശ്യം പോകാൻ വേണ്ടി ബസ്സുകാരൻ സമയത്ത് പോകാൻ ഹോൺ അടിച്ചാൽ അതിന് പറ്റി അടിച്ചു കൊടുക്കും. പിന്നെ കൂടാതെ AMB തന്നെ ആ വണ്ടിയിൽ യാത്ര ചെയ്തിട്ട് സ്ഥലത്ത് ഇറങ്ങിയതിന് ശേഷം പിറ്റേ ദിവസം ആ വണ്ടിക്ക് അതില്ല ഇതില്ല എന്ന് പറഞ്ഞ് പെറ്റിയടിച്ചു കൊടുക്കും. ഇതൊക്കെ നടന്ന സംഭവങ്ങളാണ്. ആ സ്ഥലവും സന്ദർഭവും ഒക്കെ പറയണമെങ്കിൽ പറയുന്നത് എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, പക്ഷെ ഞാൻ പറയണ്ട എന്ന് വിചാരിച്ചുകൊണ്ട് പറയത്താണ്. അത് തന്നെയാണ് ഞാൻ ഇന്ന് എറണാകുളം RTOയുടെ ഈ സംഭവം വന്നതിന് ശേഷവും കൈക്കൂലി വന്നതിന് ശേഷവും ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചു. പിന്നെയും അത് ഒഴിവാക്കി. കാരണം പറഞ്ഞു വരുന്ന കൂട്ടത്തിൽ എനിക്കറിയാവുന്ന കുറേ സത്യങ്ങളും എനിക്കറിയാവുന്ന കുറേ പേരെ ആൾക്കാരെ പറ്റി എനിക്ക് പറയേണ്ടി വരും എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് പറയാതെ പോയതാണ്. അപ്പോൾ എന്തായാലും ഇവിടുത്തെ വിഷയം KSRTC ആണ്. അതുകൊണ്ട് KSRTCക്ക് എന്തൊക്കെ പ്രൈവറ്റ് ബസ്സിന് വേണോ അതൊക്കെ തന്നെ KSRTCക്കും വേണം. കാരണം അതിനുള്ള ഇൻഷുറൻസിന്റെ പൈസയും എഡ്യൂക്കേഷൻ സെസ്സും എല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട്. കൂടാതെ KSRTCക്ക് വരുന്ന മുഴുവൻ നഷ്ടങ്ങളും ശമ്പളം ഉൾപ്പെടെയുള്ളത് നമ്മുടെ ഖജനാവിൽ നിന്ന് നമ്മുടെ നികുതി പണത്തിൽ നിന്നാണ് കൊടുക്കുന്നത്. അപ്പോൾ KSRTC കുറെ കൂടി ജനോപകാരപ്രദമായ രീതിയിൽ മുൻപോട്ട് പോകണം. ഇൻഷുറൻസ് ഇല്ലാത്ത ഒരൊറ്റ KSRTC ബസ്സും നിരത്തിൽ ഇറക്കരുത് എന്നാണ് മന്ത്രിയോട് അപേക്ഷിക്കാനുള്ളത്. കാരണം അതിൽ യാത്ര ചെയ്യുന്നവന്റെ കാല് പോയാൽ കൈ പോയാൽ അത് ഇടിച്ചു മരിച്ചാൽ അവനും പിൻഗാമികളുണ്ട്. കോടികളുള്ള കോടീശ്വരന്റെ മക്കളൊന്നും ആയിരിക്കത്തില്ല ഈ ബസ്സിൽ യാത്ര ചെയ്യുന്ന പലരും. എന്റെയും നിങ്ങളുടെയും കുഞ്ഞുങ്ങൾ ഈ ബസ്സിൽ യാത്ര ചെയ്യുന്നുണ്ട്. അവരുടെയൊക്കെ ഭാവിയെ കരുതിയെങ്കിലും ബഹുമാനപ്പെട്ട മന്ത്രിയോട് ഒറ്റ അപേക്ഷയുള്ളൂ, KSRTC ബസ്സിനും സ്വകാര്യ ബസ്സുകൾക്ക് എന്തൊക്കെ നിയമമുണ്ടോ അതെല്ലാം KSRTC ബസ്സിനും പ്രാബല്യത്തിൽ വരുത്തണം. കാരണം അതാണ് അങ്ങിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കാരണം ഓരോ മനുഷ്യജീവനും വിലപ്പെട്ടതാണ്. അതൊന്നും ഒറ്റപ്പെട്ട സംഭവമായി കാണുവാൻ സാധിക്കുകയില്ല. അപകടപ്പെടുന്ന എല്ലാ KSRTC ബസ്സുകളെ പറ്റിയും അതേ രീതിയിൽ തന്നെ അതേ ഗൗരവത്തിൽ തന്നെ വാർത്ത കൊടുക്കുവാൻ ഇവിടുത്തെ മാധ്യമങ്ങളും തയ്യാറാകണം. മരണപ്പാച്ചിൽ പായുന്ന സ്വകാര്യ ബസ്സുകൾ ഉണ്ടാകാം, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. സ്വകാര്യ ബസ്സിലെ കണ്ടക്ടർമാർക്കും ഡ്രൈവർമാർക്കും ആലപ്പുഴ RTOയിലാണെങ്കിൽ ഇപ്പോൾ അവിടുത്തെ ഉടമകൾക്കും BCC വേണമെന്നാണ് പുതിയ നിയമം വന്നേക്കുന്നത്. കേരളത്തിൽ വേറെ ഒരു RTOയിൽ വന്നിട്ടില്ല, ആലപ്പുഴ വന്നിട്ടുള്ളൂ ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയുള്ള നിയമം ഒരാളുടെ മണ്ടയിൽ മാത്രം അടിച്ചേൽപ്പിക്കരുത്. കാരണം രണ്ടും ഒരേ ജോലിയാണ്. രണ്ടും നിറമായതുകൊണ്ട് അവരെ ദ്രോഹിക്കാമെന്ന് വിചാരിക്കരുത്. കാരണം ഈ നാട്ടിലെ ജനങ്ങളെ, പൗരന്മാരെ വേർതിരിക്കുന്നതിന് തുല്യമാണത്. അതുകൊണ്ട് എന്തൊക്കെ റോഡിലിറങ്ങുന്നതിന് ഒരു സ്റ്റേജ് കാരേജ് ബസ്സിന് സ്വകാര്യ മേഖലയ്ക്ക് വേണമോ അത് തന്നെ KSRTCക്കും വേണം. കാരണം സ്വകാര്യ മേഖലയെ പരിപോഷിപ്പിച്ച് 2005 33,800 ബസ് ഉണ്ടായിരുന്നത് ഈ 2025 വരുമ്പോൾ, ഏതാണ്ട് 20 വർഷം കഴിഞ്ഞ് വരുമ്പോൾ അത് 7,000-ൽ താഴെയായിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ വ്യവസായങ്ങളോടുള്ള താല്പര്യം, കാലാകാലങ്ങളിൽ ഭരിച്ച ഗവൺമെന്റുകളുടെ വ്യവസായങ്ങളോടും സ്വകാര്യ ബസ് മേഖലയോടുമുള്ള താല്പര്യം കൊണ്ട് അത്രയായി. പിന്നെ ടൂറിസ്റ്റ് ബസ്സുകളുടെ എണ്ണം എല്ലാവർക്കും അറിയാം. വെള്ള കളർ അടിക്കാത്തത് കൊണ്ട് അപകടം വരുത്തിയ ടൂറിസ്റ്റ് ബസ്സുകൾ ഉണ്ടായതുകൊണ്ട് അതിന് തയ്യാറാവാത്ത മുതലാളിമാരൊക്കെ ചിലർ തൂക്കി വിൽക്കുക വരെ ചെയ്തു. ഇതൊന്നും കാണുവാൻ ഇവിടുത്തെ ഭരണകർത്താക്കൾക്ക് കണ്ണില്ലല്ലോ എന്ന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. നാടിന്റെ വികസനമാണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ജീവനുള്ള, ആയുസ്സുള്ള, അംഗവൈകല്യമില്ലാത്ത ഒരു തലമുറയാണ് ഇവിടെ ആവശ്യം. അതുകൊണ്ട് അവരെ സംരക്ഷിക്കാനുള്ള ബാധ്യത സർക്കാരിനുണ്ട്. ഗതാഗത നിയമം മന്ത്രിയായാലും പോലീസ് ആയാലും പ്രൈവറ്റുകാരനായാലും സ്വകാര്യ മേഖലയിലായാലും KSRTC ആയാലും ഒരുപോലെ ആയിരിക്കണം. എങ്കിൽ മാത്രമേ അതിനെ ഗതാഗത നിയമം എന്ന് പറയാൻ പറ്റത്തുള്ളൂ. ബാക്കിയെല്ലാം നമുക്ക് പറയാൻ പറ്റുന്നത് ഏകപക്ഷീയമായ ഫ്യൂഡൽ വ്യവസ്ഥയുടെ പ്രഭുത്വം മാത്രമാണെന്ന് സൂചിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.